നമസ്കാരം, കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ യൂട്യൂബറും ഇൻഫ്ലുവൻസറുമായിട്ടുള്ള നമ്മുടെ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിയ വിവരം ആദ്യം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ഇൻഫ്ലുവൻസർക്ക് ചേർന്ന കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്ത് കൂട്ടുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, മിസ്റ്റർ ബീസ്റ്റിൻ്റെ ചാനലിൽ കാണുന്നില്ലേ, കാറിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, കാറിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്, അവരെന്തൊക്കെ വീഡിയോസുകളാണ് ചെയ്യുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സഞ്ജു ടെക്കി ഇങ്ങനെ വാദവരാതെ ചോദിക്കുന്നുണ്ടായി. അപ്പോൾ സഞ്ജു ടെക്കിയോട് ഞാൻ പറയണം, സഞ്ജു ടെക്കി, അവരുടെ നാട്ടിലെ നിയമവ്യവസ്ഥ വേറെ, നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ വേറെ. ചില രാജ്യങ്ങളിൽ വാറ്റാം എന്നും പറഞ്ഞ് ഇന്ത്യയിൽ വാറ്റാൻ പറ്റുമോ? കേരളത്തിൽ വാറ്റാൻ പറ്റുമോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ചില നാടുകളിൽ ചില രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത നിന്നെയൊക്കെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നതിന് എന്ത് പ്രസക്തിയുള്ളത്? അപ്പോൾ സഞ്ജു ടെക്കി ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അദ്ദേഹം കാറിനകത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കുകയും അത് റോട്ടിലിറക്കുകയും അതങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അങ്ങനെ MVD ഇടപെട്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അദ്ദേഹം MVDക്കും അതേപോലെ തന്നെ മാധ്യമങ്ങൾക്കെതിരെയൊക്കെ കളിയാക്കിക്കൊണ്ടൊരു വ്ലോഗ് ചെയ്യുകയുണ്ടായി. അങ്ങനെ അത് നമ്മുടെ ഹൈക്കോടതിയുടെ കണ്ണിൽപ്പെടുകയും ഹൈക്കോടതി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ഈ ഒരു നിയമലംഘനത്തിന് അല്ലെങ്കിൽ ഈ ഒരു കുറ്റകൃത്യത്തിന് ഈ ഒരു ശിക്ഷാ നടപടി പോരാ എന്ന് ഹൈക്കോടതി വ്യക്തമായിട്ട് മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ മോട്ടോർ വാഹന വകുപ്പ് നമ്മുടെ സഞ്ജു ടെക്കിയുടെ വീഡിയോസൊക്കെ കാണുകയുണ്ടായി. വീഡിയോസൊക്കെ കണ്ട് അതിൽ നിന്നും കുറച്ച് വീഡിയോസൊക്കെ തൂക്കി. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രായപൂർത്തിയാവാത്ത അല്ലെങ്കിൽ ഒരു 18 വയസ്സ് അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്തൊരു വ്യക്തിയെ കൊണ്ട് സഞ്ജു ടെക്കി വാഹനം ഓടിപ്പിച്ച വീഡിയോ നമ്മുടെ MVDയുടെ കണ്ണിൽ പെടുകയുണ്ടായി. അതുപോലെ പലതരം വീഡിയോസ് ഇതൊക്കെ MVD കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ശിക്ഷാ നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. അതായത് ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കുക. വളരെ നല്ല കാര്യം. ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികളൊക്കെ വന്നാലേ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തിരിയത്തുള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പറഞ്ഞല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്ത് KSRTCക്ക് വട്ടം വെച്ചുകൊണ്ടുള്ള ഒരു കേസുണ്ട്. അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. കാരണം മോട്ടോർ വാഹന വകുപ്പിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അവർക്ക് ശിക്ഷാ നടപടി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, അതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ കൊള്ളാം. കാരണം പറഞ്ഞല്ല, സഞ്ജുവിൻ്റെ വീഡിയോസ് ഓരോന്ന് കണ്ട് അതിൽ നിന്നും തപ്പിയെടുത്തതിന് ശേഷമാണ് സഞ്ജുവിന് ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ മേയറുടെ വാഹനം അത് സീബ്ര ലൈനിൽ കിടക്കുന്ന വിഷ്വല് എല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടതാണ്. ഇനി MVD കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണോ ഇനി കേസെടുക്കാത്തതെന്നുള്ളതും എനിക്കറിയത്തില്ല. കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ഈ ഒരു വിഷ്വൽ കണ്ടിട്ടുള്ളതാണ്. കാറ് സീബ്ര ലൈനിൽ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെതിരെ എന്ത് നടപടിയാണ് MVD എടുത്തിട്ടുള്ളത്? ആ കാറിൻ്റെ പെർമിറ്റ് റദ്ദാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ വണ്ടി ഓടിച്ച വ്യക്തിയുടെ ലൈസൻസ് അറ്റ്ലീസ്റ്റ് 1 മാസത്തേക്കെങ്കിലും റദ്ദാക്കിയിട്ടുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ചിലപ്പോൾ ഈ ഇത്തരത്തിലുള്ള വ്യക്തികൾക്കൊക്കെ ചിലപ്പോൾ സീബ്ര ലൈനിൽ കയറ്റി വണ്ടി പാർക്ക് ചെയ്തതിന് ചിലപ്പോൾ ഒഫൻസായിട്ട് ചിലപ്പോൾ 500 രൂപ അടച്ചാൽ പോരാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ വ്യക്തിക്കും ഇത്തരത്തിലുള്ള ശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ കയ്യൂക്കുള്ളവൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നതാണോ നിയമം എന്നുള്ളതും കൂടി അറിഞ്ഞാൽ കൊള്ളാം. എന്തായാലും സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ഹുദാഹവ. അതേപോലെ തന്നെ KSRTCക്ക് വട്ടം വെച്ച കാറിൻ്റെ ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റ് റദ്ദാക്കാനായിട്ട് ഉശിരുണ്ടോ മോട്ടോർ വാഹന വകുപ്പിന് എന്നാണ് എൻ്റെ ചോദ്യം. ആ ഓടിച്ച വ്യക്തിയുടെ ലൈസൻസ് 1-2 മാസത്തേക്ക് റദ്ദാക്കാനും ഉശിരുണ്ടോ മോട്ടോർ വാഹന വകുപ്പിന് എന്നാണ് എൻ്റെ ചോദ്യം.